നമസ്കാരം, ഫൈസൽ കോട്ടക്കലാണ് ഇപ്പോൾ ഉള്ളത്. മലപ്പുറത്തിനടുത്ത് പട്ടർകടവിലാണ് എൻ്റെ കൂടെ സിദ്ദീഖ് മാഷ്. ഞങ്ങൾ സിദ്ദീഖ് മാഷിൻ്റെ വിശേഷമല്ല, ഞങ്ങളുള്ളത് മനോഹരമായിട്ടുള്ള ഒരു തൂക്കുപാലം അല്ലേ, പട്ടർകടവിലുള്ള തൂക്കുപാലമാണ്. ഈ തൂക്കുപാലത്തിൻ്റെ വിശേഷമല്ല, നമ്മളൊരു ബോട്ടിൻ്റെ വിശേഷം. കഴിഞ്ഞ വീഡിയോ നമ്മളൊരു ബോട്ടിൽ കൊണ്ടുള്ള ബോട്ടിൻ്റെ വിശേഷം കണ്ട്. ഇപ്പോൾ നമ്മുടെ പട്ടർകടവിലെ മലപ്പുറയിലെ പട്ടർകടവിലെ ഷംസുദ്ദീൻ എന്ന ഈ നാട്ടുകാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണക്കാരൻ്റെ വലിയൊരു കണ്ടുപിടുത്തം, ഒരു ബോട്ടിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ആ ബോട്ട് വെള്ളത്തിലും ഓടും, അതേപോലെ തന്നെ കരയിലും ഓടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും വിശേഷങ്ങളും ഷംസു സാഹിബിനോടൊപ്പമുള്ള യാത്രയാണ്. ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക്. സിദ്ദീഖ് മാഷിൻ്റെ കൂടെ എല്ലാവർക്കും സ്വാഗതം. സോളാർ ഇലക്ട്രിക്കൽ മോട്ടോറാണ്. സോളാർ പാനൽ വെച്ചിട്ട് നമ്മൾ ബാറ്ററി റീചാർജ് ചെയ്തിട്ട് സോളാർ ഇല്ലാത്ത സമയത്ത് അങ്ങനെ റീചാർജ് ബാറ്ററിക്ക് വർക്ക് ചെയ്യും. 12 വോൾട്ട് DC മോട്ടോറാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഇത് ഫോർവേഡ് റിവേഴ്സും ഉണ്ട്, 5 സ്പീഡും ഉണ്ട് ഇതിന് മോട്ടോർ ഇറക്കുമതിയാണ്. സോളാറിൽ റീചാർജ് ചെയ്തിട്ട് ആ റീചാർജ് സെല്ലിനാണത് മോട്ടോർ വർക്ക് ചെയ്യുക. സോളാറില്ലാത്ത സമയത്ത് ആക്ച്വലി ഇതിന്മേൽ തന്നെ സുഖമായിട്ട് വർക്ക് ചെയ്യേണ്ടത്. ബാറ്ററി ഇല്ലെങ്കിലും സുഖമായിട്ട് വർക്ക് ചെയ്യും. പിന്നെ മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡും SS ഫ്രെയിമിങ്ങുമാണ്. മൾട്ടിവുഡ് ആയതുകൊണ്ട് എന്താ വെച്ചാൽ വെള്ളത്തിൽ കേടാവില്ല, വെള്ളത്തിൽ മുങ്ങിപ്പോയാലും പൊന്തി കിടക്കും ചെയ്യും. അങ്ങനൊരു സൗകര്യമുണ്ട്. പിന്നെ ഇതിൽ മഴ ചെയ്ത് വെള്ളം നിറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് സ്വിച്ചും ഫ്ലോട്ട് സ്വിച്ചും ഒരു ചെറിയ പമ്പും ഇതിൽ ഈ സീറ്റിനടിയിൽ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നിറഞ്ഞാൽ സപ്പോസ് ഈ വെള്ളം കയറിയാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി മോട്ടോർ ഓൺ ആക്കി കൊടുക്കും. അത് വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും. അങ്ങനെ ഒരു മെത്തേഡും കൂടി ഇപ്പോൾ ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട്. പിന്നെ ഇതിൽ ബാറ്ററി ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൽ സോളാർ ലൈറ്റ്, LED ലൈറ്റ് ഉണ്ട്. പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ്സ് ഉണ്ട്, ഫിറ്റിങ്സ് ഉണ്ട്. പിന്നെ ഞങ്ങളിത് ഉദ്ദേശം എന്താ വെച്ചാൽ പ്രളയത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഈ വർഷം പ്രളയം വരാഞ്ഞത് ഞങ്ങൾ നല്ല കാലം. ഇവിടെയൊക്കെ വെള്ളം വന്നിട്ട് ഞങ്ങൾ 2 മീറ്റർ ഹൈറ്റിലൊക്കെ വീട്ടിൽ വെള്ളം വരാറുണ്ട് ഞങ്ങൾ സാധാരണ. അപ്പം ക്യാമ്പിൽ താമസിക്കുന്നവരാണ് വെള്ളപ്പൊക്കം വരുമ്പോൾ. അപ്പോൾ അങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുപോകാനും ഇവിടെയുള്ള രോഗികളെ, സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ക്യാമ്പിലേക്ക് എത്തിക്കാനും ക്യാമ്പിലേക്ക് സാധനം കൊണ്ടുപോകാനും ഒക്കെ ഒരു നല്ല സൗകര്യമാണത്. അതൊരു പ്ലാനിങ്ങിലാണ് അത് ഉണ്ടാക്കിയത്. നല്ല വെള്ളം നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ വെള്ളം ഇല്ലാത്ത സമയത്ത് വലിച്ചിട്ട് കൊണ്ടുപോയിട്ട് വെള്ളം ഉള്ളിടത്ത് നിന്ന് ഇറങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് പോകാൻ പറ്റും. അതെ അങ്ങനെ ഒരു ഈസി മൂവ്മെന്റിൽ. അതേമാതിരി സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിലും പ്രായമായവരാണെങ്കിലും ഒക്കെ അങ്ങനെ ഇതിൽ കയറ്റിയെടുത്തിട്ട് കസാലിച്ചിട്ട് ഇരുന്നിട്ട് അങ്ങനെ സുഖമായിട്ട് പോകാൻ പറ്റും. ഇതിന് മുന്നേ പിന്നെ വേറെ കുറേ കണ്ടുപിടുത്തങ്ങളുണ്ട് എന്ന് എനിക്കറിയാൻ സാധിച്ചു. വലിയ ഉയർന്ന ബിടെക്കോ അല്ലെങ്കിൽ അതുപോലെ എഞ്ചിനീയറിംഗ് മികവോ അല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരു ആളല്ല. മലപ്പുറം ജില്ലയിലെ പട്ടർകടവ് എന്ന ഒരു സുന്ദരമായ പ്രദേശത്ത് താമസിക്കുന്ന ഒരു സാമൂഹിക സേവകൻ കൂടിയാണെന്ന് എനിക്കറിയാം ഷംസു സാഹിബ്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കുറേ കണ്ടുപിടുത്തങ്ങളിൽ ചിലതൊന്ന് പറഞ്ഞു തരും? അതിനുശേഷം ഞാൻ ഇലക്ട്രിക്കൽ ചെയ്തു, മോട്ടോർ വൈൻഡിങ്, AC റെഫ്രിജറേഷൻ, മോട്ടോർ വൈൻഡിങ് ആണ് ഞാൻ കോഴ്സായിട്ട് പഠിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇലക്ട്രിക്കലിലേക്ക് നീങ്ങിയത്. ഇപ്പം ഞാൻ ഇലക്ട്രിക്കും പ്ലംബിങ്ങും ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക്കും പ്ലംബിങ്ങും ഹൗസ് വർക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇതിൽ തന്നെ ഞാൻ ഈ ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ബേസിൽ തന്നെ ഞാൻ IIT-യിൽ 3 വർഷം, മദ്രാസ് IIT-യിൽ 3 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് ഇലക്ട്രീഷ്യനായിട്ട്. പിന്നെ കാലിക്കറ്റ് എയർപോർട്ടിൽ എയർ ഇന്ത്യൻ്റെ ഇലക്ട്രീഷ്യനായിട്ട് ഓൾ മെയിൻ്റനൻസ്, ഓൾ ഏരിയ എയർപോർട്ട്, കാലിക്കറ്റ് എയർപോർട്ട് ഓൾ ഏരിയ പാസ്വേഡ് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈസി യൂസ് എന്താണ് ഡ്രൈവാണ്. ഈസിയാണ്. അപ്പോൾ ഇത് സത്യത്തിൽ നമ്മൾ ഈ വരവിൻ്റെ ഉദ്ദേശം ഈ ബോട്ടിനെ കുറിച്ച് പരിചയപ്പെടുത്തുക. അപ്പം ഇങ്ങനെ എന്തുകൊണ്ട് സംവിധാനം ഗവൺമെന്റ് ചിന്തിച്ചുകൂടാ? കാരണം ഈ 6 മാസം അല്ലെങ്കിൽ ഏകദേശം ഇവിടെ ഫുൾ ടൈം തന്നെയല്ലേ വെള്ളം ഉണ്ടാവില്ലേ? പുഴയിൽ ഉണ്ടാവില്ലേ? പാണക്കാട് ഒരു കെട്ടുണ്ടായതുകൊണ്ട് ഏകദേശം ഈ ഒരു വെള്ളം ഏകദേശം നിലനിർത്തും. വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകൾ ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ചുകൊണ്ട്
പിന്നെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിപ്പോൾ മനോഹരമായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങളും അതേപോലെ തന്നെ ഒരു യാന്ത്രികതയില്ലാതെ തികച്ചും നാച്ചുറലായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ പേരെന്താ? അനീഫ. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ വിദേശമായിരുന്നു. നാട്ടിൽ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം എന്താ പിന്നെ ഷംസ് സാഹിബിന്റെ ഈ കണ്ടുപിടുത്തത്തിൽ എന്താ കണ്ടുപിടുത്തം ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു അത്ഭുതമല്ല. കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെ ഓരോ കാലത്ത് ഓരോ നല്ലൊരു എന്താ പറയാ, പിന്നെ അവന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഒരു മിനിറ്റ് പോലും ഒഴിവില്ലാത്തൊരു മനുഷ്യനാണ്. അതായത് എന്ത് ആവശ്യമുണ്ടെങ്കിലും എവിടെയും ഓടിച്ചെന്ന് എത്തി അത് ചെയ്തു കൊടുക്കുന്ന, സമയം നോക്കാതെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു മിനിറ്റ് പോലും ഒഴിവില്ല. അതിന്റെ ഇടയിലാണ് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാക്കിയെടുത്തത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. നാട്ടുകാർക്ക് പ്രിയപ്പെട്ട നാട്ടുകാർക്ക് ഒരു ഉദ്ദേശം, അവന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഉദ്ദേശം അല്ലല്ലോ, സാമൂഹികമായിട്ടുള്ളൊരു ഉദ്ദേശമാണ് അവനുള്ളത്. നിങ്ങൾ നേരത്തെ ഈ ബോട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻവെൻഷൻ നടത്തിയിട്ടുണ്ടോ? നേരത്തെ ഞാനൊരു അലൂമിനിയത്തിലൊരു ബോട്ട് 97 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മീൻ പിടിക്കേണ്ട ആവശ്യത്തിന്. പിന്നെ കാർപ്പൻറ്ററി വർക്കും വെൽഡിങ് വർക്കും അതോടൊപ്പം ഇലക്ട്രിക്കൽ എല്ലാം കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് സംഭവം. എല്ലാ മേഖലയിലും അവന്റെ കൈയുണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഉമ്മ ഉണ്ട്, ഭാര്യ ഉണ്ട്, 4 മക്കളുണ്ട്. മൂത്ത മകളാണ്, 3 ആൺകുട്ടികളാണ്. വീട്ടുകാരെ തരപ്പെട്ട് കുട്ടികൾ തന്നെയാണ് കാര്യമായിട്ട് ഇതിന്. പിന്നെ നാട്ടുകാരും നല്ല ആക്റ്റീവാണ്. ഇവരൊക്കെ ചെറുക്കന്മാർ തന്നെ വന്നില്ല, അതുപോലെ നിങ്ങൾ വരണ്ടെന്ന് എന്താ വിളിച്ചാൽ അല്ലെങ്കിൽ ഇറക്കാനോ കയറ്റാനോ എല്ലാത്തിനും അവർ സജീവമായിട്ട് കൂടെ ഉണ്ടാവും. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മളെ ക്ലബിന്റെ കുട്ടികളും അല്ലാത്തവരായിട്ട് നല്ല ഹെൽപ്ഫുള്ളാണ്. ആണല്ലേ? ഇനി അടുത്ത പദ്ധതികൾ എന്തൊക്കെ? അടുത്ത ഇതിലേക്ക് ഒരു ഡൈനാമോ ആണ് സെറ്റിൽ ചെയ്യാനുള്ളത്. ഡൈനാമോ എന്ന് പറഞ്ഞാൽ നമുക്ക് സോളാർ ലൈറ്റ് ഇല്ലെങ്കിലും നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി അതിന് കാലിലിങ്ങനെ ലെഗിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന, ചവിട്ടാൻ പറ്റുന്ന, ചവിട്ടിയാലും ഓട്ടോമാറ്റിക്കലി ഇത് റൊട്ടേറ്റ് ചെയ്യണം ഡൈനാമോ. അങ്ങനെ പവർ ഉണ്ടായി കഴിഞ്ഞാൽ 12 വോൾട്ട് പവർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് സോളാർ ഇല്ലെങ്കിലും റീചാർജ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇത് എടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും. ഇനിയിപ്പോൾ സോളാർ പാനൽ ഇല്ലെങ്കിലും ആ ഡൈനാമോ സക്സസ്ഫാല് അതിന് വർക്ക് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഒരു PVC പൈപ്പിൽ താൽക്കാലികമായിട്ട്. പിന്നെ ഫിഷിങ്ങിന് പോകാറുണ്ടോ? ഇല്ലില്ല, നേരത്തെ മീൻ പിടുത്തം തന്നെ ആയിരുന്നു, പുഴയിൽ തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല 97 ഗൾഫ് പോയ സമയത്ത് 15 വർഷം ഗൾഫിലുണ്ടായിരുന്നു. അപ്പൊ ഗൾഫ് പോയി വരുന്ന സമയത്ത് പുഴയിൽ തന്നെ ഉണ്ടാവുക മീൻ പിടുത്തൊക്കെ ആയിട്ട് തന്നെ. ആ കാലത്തായിരുന്നു ഞാൻ തോണി ഉണ്ടാക്കിയിരുന്നത് അലൂമിനിയത്തില്. ഞങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാല് അവിടുന്ന് വെള്ളം വരും, പൊഴിയുന്ന കണ്ടല്ല, അവിടെ താണ പ്രദേശമായതുകൊണ്ട് റോഡിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് താഴ്ചയാണ്. അപ്പൊ അവിടെയൊക്കെ ഫുള്ള് വെള്ളം മൂടിയിട്ടാണ് പിന്നെ ഞങ്ങൾ പോകാം. അപ്പൊ അവിടെയൊക്കെ വെള്ളം. ഇവിടുത്തെ ഓരോ പെരക്കാരനും ഈ പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള സാധന സാമഗ്രികളൊക്കെ മാറ്റാനുള്ള സൗകര്യമാണ്. ഫസ്റ്റ് പെട്ടെന്ന് തട്ടിക്കൂട്ടിയത് PVC പൈപ്പ് കൊണ്ടുള്ള ഒരു ചങ്ങാടാണ്. അടിപൊളി വ്യൂ കേട്ടോ. പാറക്കൂട്ടം നല്ല ഇവിടുന്നൊക്കെ പാറക്കെട്ട് മനോഹരമായ കാഴ്ചയാണ് നൽകുന്നത്. കാരണം ബോട്ടിൻ്റെ വിശേഷങ്ങളോടൊപ്പം തന്നെ നമ്മുടെ കടലുണ്ടി പുഴയുടെയും മലപ്പുറത്തിൻ്റെ പാണക്കാട്, പട്ടർക്കടവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ ഭാഗമാണത്. ചെറിയ ചെറിയ തോണികളുണ്ടല്ലോ, മീൻപിടുത്തത്തിനുള്ളതല്ലേ? നമുക്ക് 2 തോണി കൂടി ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട്, പ്ലൈവുഡ് കൊണ്ടാന്ന് വെച്ചു. അത് നമ്മള് കഴിഞ്ഞ പിന്നെ ഇതിന്റെ മുന്നേ നിങ്ങൾ കണ്ട വീഡിയോ ബോട്ടിൽ കൊണ്ടുള്ള ബോട്ട് നമ്മള് പിന്നെ ഇവിടെ എവിടെയായിരുന്നത് ഷിനോജ്? കൂരിയാട് ബോട്ടിൽ കൊണ്ടുള്ള ബോട്ട്, അതിന്റെ വിശേഷങ്ങൾ കണ്ടു. ഇപ്പൊ നമ്മുടെ പട്ടർക്കടവുള്ള ഷംസു സാഹിബിന്റെ മനോഹരമായ സോളാർ ബോട്ടാണ്. ഇതിന്റെ വിശേഷം പറഞ്ഞു. ഇവിടെ വെള്ളത്തിൽ മാത്രമല്ല ആവശ്യഘട്ടത്തിൽ കരയിലും നമുക്ക് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനുള്ള സജ്ജീകരണങ്ങളുണ്ട്. ഒപ്പം ഈ ബോട്ടിന് കാരണം എന്താ കഴിഞ്ഞാൽ ഷംസു സാഹിബേ, ഇത് എന്താ ഇതിന്റെ ഈ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താണ്? മറ്റ് ബോട്ടുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
മൾട്ടിവുഡ് പ്ലൈവുഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ. വിത്ത് സ്റ്റീലോണ്ട്. അത് ലാസ്റ്റിംഗ് എങ്ങനെ ഉണ്ടാവും? ലാസ്റ്റിങ് ഇത് ഇതിന്റെ ടോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ACP ആണ്. ടോപ്പ് ACPയിലാണ് ചെയ്തിട്ടുള്ളത്. അത് ലോങ് ലൈഫാണ്. മൾട്ടിവുഡ് ആയാലും ലോങ് ആണ് ലൈഫ്, കേടാവൂല. ലോങ് ലൈഫ്, ആജീവനാന്താണ്. ഓ, ഗ്യാരണ്ടീഡ് ആണ്. മൾട്ടിവുഡ് ആയതുകൊണ്ട് ചെയ്തെന്താന്ന് വെച്ചാൽ അത് വെള്ളത്തിൽ കേടാവില്ല എന്ന് മാത്രമല്ല, അത് നനഞ്ഞതാവില്ല, വെള്ളം കുടിക്കൂല, താവൂല, വെള്ളത്തിൽ പൊങ്ങി കിടക്കും. അങ്ങനത്തെ സൗകര്യങ്ങളുള്ളത് കൊണ്ടാണ് അത് ചെയ്തത്. അതിൽ ഈസി ആയിട്ട് എല്ലാവരും ചെയ്യാൻ പറ്റണം. പക്ഷേ ഇതുവരെ ആരും ചെയ്തില്ല. അതിങ്ങനെ ഒരു മൾട്ടിവുഡ് കോസ്റ്റ്ലി ആയതുകൊണ്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു 4000 വരും ഒരു ഷീറ്റിന്, 8-4 ഷീറ്റിന്. അത് വെച്ച് നോക്കുമ്പോൾ 2.5 ഷീറ്റ് പ്ലൈവുഡിലേറെ അതിന് വരുന്നുണ്ട് ഈ ഒരു ബോട്ടിന്. ഇനി ഉണ്ടാക്കുന്ന ബോട്ട് എന്ന് പറഞ്ഞാൽ 10,000 ഒതുങ്ങണം ടോട്ടലി. ഇപ്പോൾ നമ്മളെ യാത്രക്കിടയിൽ ബോട്ട് യാത്രക്കിടയിലുള്ള ബോട്ട് സഫാരിക്കിടയിലുള്ള ഒരു കാഴ്ചയാണ്. ഒരു മരത്തിന്റെ മുകളിൽ കയറ് കെട്ടിയിട്ടുണ്ട്. കയറിങ്ങനെ ഇതിൽ അല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് കയറല്ലേ, കയറ ചാട കയറ. പിന്നെ നമുക്ക് ബോട്ട് ചിലപ്പോൾ സൗണ്ട് ഉണ്ടായിരിക്കും അല്ലേ. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടത് ഒരു ഭയങ്കര അഡ്വാൻറ്റേജ്, വളരെ കാം ആൻഡ് ക്വയറ്റ് റൈഡ്. നമുക്ക് ഈ എന്താ പറയുക, പുഴയിലൂടെ വളരെ സമാധാനപരമായിട്ട് കാഴ്ചകൾ കണ്ട് ഒക്കെ കുശലം പറഞ്ഞ് സംസാരിച്ച് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണാം. അപ്പം ഇതിന് കോസ്റ്റ് എത്ര വരും? നമുക്കിപ്പോൾ ഇതൊരു വ്യവസായ അടിസ്ഥാനത്തിൽ കമേഴ്സ്യൽ പർപ്പസിൽ ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്ക് കോസ്റ്റ് കുറച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിന് ഒന്നും കൂടി വ്യവസായാടിസ്ഥാനത്തിലാകുമ്പോൾ കൂടുതൽ ആളെ പിക്കപ്പ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒന്നും കൂടി വീതി കൂട്ടിയിട്ട് ഒരു സൈഡ് ഹാൻഡിലൊക്കെ വെച്ചിട്ട് ഒന്നും കൂടി സെറ്റപ്പ് ആക്കിയിട്ട് വേണം ഉണ്ടാക്കാം. എന്നാൽ പിന്നെ ഒന്നും കൂടി നല്ല ഇങ്ങനെ നമ്മുടെ പിന്നെ നാട്ടിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഈ ഷംസുക്കയെ പോലുള്ള ഒത്തിരി പ്രതിഭകൾ അവരുടെ പ്രതിഭ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിൽ നാട്ടുകാരുടെ പ്രോത്സാഹനം എപ്പോഴും ഉണ്ടാവും, കുടുംബക്കാർ, വീട്ടുകാർ, സുഹൃത്തുക്കളുടെ പ്രോത്സാഹനം ഉണ്ടാവും. പക്ഷേ ഗവൺമെൻറ് ഇതിന് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. സിദ്ദിഖ് സാർ, അപ്പോൾ ഗവൺമെൻറ് ഇവരൊക്കെ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ പഠിച്ച ആളുകൾ അതിൻ്റെ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ സംഗതി ഇവിടെ നമുക്ക് എഫക്റ്റീവായിട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇത്തരം ആളുകളെ ഗവൺമെൻറ്, സർക്കാരുകൾ കണ്ടെത്തി ഇവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ, അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തും അതിൻ്റേതായ ഗുണം നാട്ടുകാർക്ക് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ നമ്മൾ മാക്സിമം എൻകറേജ് ചെയ്യണമെന്നാണ് ഫൈസൽ വ്ളോഗർ ചാനലിന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ശംസു, ഈ ഒരു സംവിധാനം നീറ്റിലിറക്കാൻ ഒട്ടാകെ എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്? ഇത് സോളാറും പാനലും ഇല്ലാതെ 50,000 രൂപയോളം വരും. സോളാറിന് 15,000 രൂപ വന്നു. സോളാറിൻ്റെ ഇതിന് സെറ്റിങ്സിന് 2,000 രൂപ വന്നു. അപ്പോൾ 50, പിന്നെ ഒരു ബാറ്ററി വരണമെങ്കിൽ ഒരു 8,000 അതും വരും. അപ്പോൾ 70-72 രൂപ ടോട്ടലി വരും മാക്സിമം കൂട്ടുമ്പോൾ. ഒരു നിങ്ങളുടെ മാൻ പവർ ഒന്നും അതിൽ കണക്കൂട്ടിയിട്ടില്ല? ഇല്ല. എല്ലാം കൂടി കൂട്ടിയിട്ട് 1 ലക്ഷം രൂപ ഉണ്ടായാല് കുഴപ്പമില്ലാതെ പുറത്തു വരുമോ? തീർച്ചയായിട്ടും അത്ര വരില്ല, അതിന്റെ താഴെയായിട്ടൊക്കെ വരുള്ളൂ. എല്ലാം ഓൾ ചാർജ് ഗവൺമെന്റ് ഇതിന് സപ്പോർട്ട് ചെയ്ത് സബ്സിഡി കൊടുക്കണം. കാരണം ഒന്നാമത് ഇത് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബോട്ട് പ്രളയം, അതായത് നമ്മുടെ നാച്ചുറൽ ഡിസാസ്റ്റർ വരുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ, വെള്ളപ്പൊക്കം വരുമ്പോൾ ആളുകളെ രക്ഷപ്പെടുത്താനും ആളുകളെ സുരക്ഷിതമായ താവളത്തിലേക്ക് എത്തിക്കാനുള്ള പർപ്പസാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കണ്ടുപിടിച്ച് ഇതിന് പുരസ്കാരം വല്ല അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നമ്മള് ക്ലബിന്റെ പിന്നെ എപ്പോഴും നാട്ടുകാർ പ്രോത്സാഹനം, പട്ടടോ നാട്ടുകൂട്ടത്തിന്റെ പഞ്ചായത്തിന്റെ ഇല്ല, മുനിസിപ്പാലിറ്റി ഒന്നും ഇല്ല അല്ലേ? ദിൽഷാദ്, പിന്നെ ഷംസുഖാന്റെ അയൽവാസി. നീ എത്ര ക്ലാസ്സിലാ? 8. പിന്നെ എന്താ ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ടോ മുന്നേ? എന്താ നിങ്ങളുടെ നാട്ടിൽ ഷംസുഖ ഒരു ബോട്ട് കണ്ടുപിടിച്ചു, എന്താ ഷംസുഖയെ കുറിച്ച് അറിയണത്? എന്താ സംഭവം? ഒന്നും പറയാനില്ല. അതായത് കുറെ സംഭവങ്ങളുണ്ട്, അതല്ല ഉദ്ദേശിച്ചത്. എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഷംസുഖ? മെഷീന്, ഒരു ജീവന്റെ വണ്ടി ഉണ്ടായിരുന്നു ആദ്യം, അങ്ങനൊക്കെ കണ്ടുപിടിച്ചു. എടാ എന്റെ താല്പര്യം എന്താവാനാ ഭാവിയില്? എഞ്ചിനീയർ ആവണം. അപ്പോൾ ഷംസുഖാനെ ഇതാക്കിയാൽ മതി കേട്ടോ, ഒപ്പം കൂടിയാൽ മതി. എഞ്ചിനീയറിംഗുള്ള എല്ലാ സംഗതി അവിടെ നിന്ന് പറഞ്ഞുതരും. പിന്നെ കോളേജിൽ പോയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. യാത്രക്കിടയിൽ കണ്ട ഒരു രസമുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കണത്. പിന്നെ മുളക്കൂട്ടല്ലേ, മുളക്കൂട്ടം ഇങ്ങനെ സൈഡ്, ഇല്ലിക്കൂട്ടം, നമ്മളെന്തു പറയാം. പക്ഷെ ഇത്
നമ്മൾ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തപ്പോൾ ഈ ഇത്ര ഒരു ഫീൽ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ ലോക്കൽ ഏരിയയിൽ പ്രാദേശിക ഭാഗത്ത് കണ്ടു നോക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനായി മാറിയിരിക്കണം ഇപ്പോൾ ഇവിടെ. സിദ്ധി എങ്ങനെയുണ്ട്? അനീഫ് സാഹിബ് സൂപ്പർ അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഇന്നത്തെ ബോട്ടിന്റെ വിശേഷങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ പ്രകൃതി, ഇവിടുത്തെ കാഴ്ചകളും മനോഹരം. അങ്ങനെ ഉണ്ടോ? ഉഷാറല്ലേ? ഇപ്പൊ നമ്മളിതാ നേരത്തെ നമ്മൾ നടന്ന ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ എന്താ പറയാ തൂക്കുപാലത്തിന്റെ നേരെ താഴെയുടെ പോയിക്കൊണ്ടിരിക്കും. എത്ര പേര് മാക്സിമം അക്കോമഡേറ്റ് ചെയ്തില്ലേ? 9 പേരല്ലേ? ഇവനെപ്പോഴുള്ള ആൾക്കാരാണെങ്കിൽ കുറെ ആൾക്കാർ പോകും അല്ലേ? 10-15 ആൾക്കാർ പോകും. ഏതായാലും നമുക്ക് ഈ സംശോഖാന്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ അറിഞ്ഞു. ഈ പരമാവധി പ്രോത്സാഹിപ്പിക്കുക, മറ്റുള്ള ആളുകളിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഫൈസൽ ബ്ലോഗർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പ്രോത്സാഹിപ്പിക്കുക. അത് മാത്രമാണ് നിങ്ങളുടെ പുതിയ വീഡിയോയുമായിട്ട് ഇനിയും കാണാം. ടാറ്റാ.